ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഞാനൊരു എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറി കേട്ടോ. അതെന്താ വെച്ചാൽ ഉണക്ക ചെമ്മീനും മാങ്ങയും കറി വെക്കണത്. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കൂ കേട്ടോ. ഞാനെങ്ങനെ വെക്കുന്നത് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിലാണ് ചെമ്മീൻ പൊടി, മാങ്ങ, വൈതിരിങ്ങ, തക്കാളി, സബോള, പച്ചമുളക്, പിന്നെ ഒരു നുള്ള് പുള്ളി. അത്രമാത്രം മതി കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ കറി വെക്കുകയെന്ന് കാണാം. ഞാൻ കറി വെക്കുന്നത് ഈ ചെറിയ കുക്കറിലാട്ടോ. അപ്പോൾ ഒറ്റയടിക്ക് ഒരു വിസലിന് ഇത് വേവും ചെയ്യും, വേഗം ഒരുങ്ങും ചെയ്യും. മുറിച്ച് വെച്ചിരിക്കുന്ന വൈതരിങ്ങയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് ഈ കുക്കറിലിടാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളകും പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഇതാ ഉപ്പ്, നുള്ളു പുളി ഇട്ടോ. എന്താ വെച്ചാൽ മാങ്ങ ഇടുന്നതല്ലേ, അപ്പോൾ കുറച്ച് പുളി മതി. പുളി വെള്ളത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി മിക്സാക്കി കൊടുക്കുക. നമുക്ക് ഒറ്റ വിസിലടിപ്പിക്കാം കേട്ടോ. എൻ്റെ കുക്കർ അടുപ്പത്തൊക്കെ അതൊരു വിസിലടിക്കട്ടെ. അപ്പത്തിന് നമുക്ക് ചെമ്മീൻ പൊടി ഒന്ന് വറുത്തെടുക്കാം. പിന്നെ ചൂടായി വന്നാൽ നമുക്ക് ഉണക്ക ചെമ്മീൻ ഒന്ന് വറുക്കാം കേട്ടോ. ഇത് വറുത്തിട്ട് ഞാനൊന്ന് അരച്ചെടുക്കും കേട്ടോ. തേങ്ങൻ്റെ ഒപ്പം ഒന്ന് അരച്ചെടുക്കും. ലേശം എന്താ അറിയുക, കുട്ടികളൊന്നും കഴിക്കില്ല അത് അങ്ങനെ ഇട്ടാൽ. അരച്ചെടുത്താൽ പിന്നെ കറിയിൽ അങ്ങനെ പെട്ട കാരണം അത് അറിയില്ലല്ലോ. ഒന്ന് അരച്ചെടുക്കും, ഒന്ന് വറുത്തിട്ട് തേങ്ങൻ്റെ ഒപ്പം ഒന്ന് അരച്ചെടുക്കും. ചെമ്മീൻ ശരിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കണ്ടോ, തേങ്ങൻ്റെ ഇപ്പോൾ ചെമ്മീൻ കൊണ്ട് അരച്ചു വന്നു. ഇതിലിപ്പോൾ ചെമ്മീൻ പൊടി ഇട്ടതേ അറിയില്ല. അപ്പോൾ അതാ കണ്ടോ, ഒരു വിസിലടിച്ചിട്ടുള്ളൂ. കണ്ടോ, വൈതരിങ്ങയും തക്കാളി എല്ലാതും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് മൺചട്ടിയിലേക്ക് ഒഴിക്കാം. കേട്ടോ ഈ വെന്ത് വന്നത്. നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഇല്ല, അത് ഇതിൽ കൂട്ടാം. ബാക്കിയുള്ള തേങ്ങ വെള്ളം മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഒഴിക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. മിക്സാക്കിയ ശേഷം ഇനി നമുക്കില്ലേ അരിഞ്ഞു വെച്ച മാങ്ങ ഇരിക്കുക. നല്ലോണം ഒന്ന് തിളക്കട്ടെ. കറി നല്ലൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടോ, കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓഫാക്കിയിടാം. കണ്ടോ, കറി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ച് വയ്ക്കാം കേട്ടോ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ചെറുള്ളി ചെറുതായി അരിഞ്ഞത് കേട്ടോ. ഇത് ഉള്ളി നല്ല മൂക്കുന്നുണ്ട്. അപ്പോൾ 2 കരിവേപ്പിൻ്റെ ഇല ഇട്ടെടുക്കുക. നമുക്കിത് കറിയിലിട്ട് ഒഴിക്കാം. എൻ്റെ മാക്ക് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറി കേട്ടോ.
അപ്പോൾ ഫ്രണ്ട്സ് എന്താ എൻ്റെ കറി വെക്കൽ കഴിഞ്ഞിട്ടോ എത്രയും എളുപ്പത്തിൽ നമുക്ക് വെക്കാൻ പറ്റിയ കറിയാണ്. പിന്നെ അതിൽ വഴുതനങ്ങ ഞാൻ ഇട്ടിട്ടുണ്ട്, ചിലവരിടില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഈ ഉണക്ക ചെമ്മീൻ ഇങ്ങനെ കറി വെക്കുമ്പോൾ വഴുതനങ്ങ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഇട്ടതാണ്. അപ്പോൾ ഇഷ്ടമില്ലാത്തൊരു രണ്ട മാങ്ങയും ഇങ്ങനെ ചെമ്മീൻ പൊടി മാത്രമായിട്ട് കറി വെച്ചാൽ മതി. എന്താ വെച്ചാൽ ഞാൻ വെച്ച കറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.